ശബ്ദ മാധുര്യം വിടവാങ്ങുകയാണ്. ലോകമൊന്നാകെ ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്, സംഗീത ലോകം ഒന്നാകെ ആദരാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പം മുമ്പ് പോലീസ് ഗാർഡ് ഓഫ് ഓണർ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാരത്തിന് മുന്നോടിയായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണറാണ് നൽകിയത്. ഇപ്പോൾ ഭൗതിക ശരീരം ചിതയിലേക്ക് എടുക്കുന്ന ചടങ്ങുകളാണ്. അതിനുശേഷമാണ് സംസ്കാരം നടക്കുന്നത്. നേരത്തെ ഓരോ മേഖലയിൽ നിന്നുള്ളവർ തന്നെ, രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ളവർ, സംഗീത ലോകത്ത് നിന്നുള്ളവരൊക്കെ ജാനകി അമ്മയ്ക്ക് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയിട്ട് യാത്രാമൊഴിയേകുന്നതിന് വേണ്ടി വന്നിരുന്നു. അതിനുശേഷമായിരുന്നു പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ ചടങ്ങുകൾ. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഗാർഡ് ഓഫ് ഓണർ ചടങ്ങുകൾ. നമ്മൾ കേരളത്തിൽ പല ആളുകളൊക്കെ വിടവാങ്ങുമ്പോൾ, അല്ലെങ്കിൽ സംഗീത ലോകത്തുള്ളവരും രാഷ്ട്രീയ ലോകത്തുള്ളവരും ഒക്കെ വിടവാങ്ങുമ്പോൾ നൽകുന്ന ഗാർഡ് ഓഫ് ഓണർ നിന്ന് തികച്ചും വ്യത്യസ്തമായ മിനിറ്റുകളോളം നീണ്ടുനിന്ന ഒരു ഗാർഡ് ഓഫ് ചടങ്ങുകൾ ആയിരുന്നു. എല്ലാവരെയും കണ്ണീരണിയിച്ചുകൊണ്ടാണ് സംഗീത ലോകത്ത് നിന്ന് ജാനകി അമ്മ, പ്രിയ ജാനകി അമ്മ, സംഗീതത്തിന്റെ അമ്മ, സംഗീതത്തിന്റെ കുലപതി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ജാനകി അമ്മ വിടവാങ്ങുന്നത് എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നേരത്തെ അവസാനമായി ചടങ്ങുകളുടെ ഭാഗമായി, വായ്ക്കലിടുന്ന ചടങ്ങുകളുടെ ഭാഗമായി തന്നെ ചെറുമകൾ അപ്സര ചടങ്ങുകൾ പൂർത്തിയാക്കി. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം ചിതയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ചടങ്ങുകൾ നടക്കും. നേരത്തെ മഹാരാജാസ് കോളേജിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ, നാനാതുറയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ജാനകി അമ്മയെ, പ്രിയ ഗായികയെ, സംഗീത ലോകത്തിന്റെ പ്രിയ പുത്രി എന്ന് വിശേഷിക്കാവുന്ന ജാനകി അമ്മയെ ഒരു നോക്ക് കാണാനും യാത്രാമൊഴിയോകാനുമായി എത്തിയിരുന്നത് എന്നുള്ളതാണ്. വലിയ ജനാവലിയാണ്. സംഗീത ലോകത്ത് നിന്നുള്ളവരാകട്ടെ, സാധാരണക്കാരാകട്ടെ, നാട്ടുകാരാകട്ടെ, രാഷ്ട്രീയ പ്രമുഖരാകട്ടെ, സാംസ്കാരിക രംഗത്തുള്ളവരാകട്ടെ, അങ്ങനെ നിരവധി പ്രമുഖരെല്ലാം തന്നെ അവസാനമായി ഒരു നോക്ക് കാണാനും ജാനകി അമ്മയ്ക്ക് വിട നൽകുന്നതിന് വേണ്ടിയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ആ കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളാണ്, ചിതയിലേക്ക് എടുക്കുന്ന ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് പോലീസ്, കർണാടക പോലീസ് ഔദ്യോഗികമായി ഗാർഡ് ഓഫ് ഓണർ നൽകിയിരുന്നു. ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് പ്രിയ ഗായികയ്ക്ക് വിട നൽകിയ. ദേശീയ പുരസ്കാരം 4 തവണ കരസ്ഥമാക്കിയ, മലയാളത്തിന്റെ അല്ലെങ്കിൽ 20 ഭാഷകളിലേക്ക് സംഗീതത്തിന്റെ പ്രിയപുത്രിയായ ജാനകി അമ്മ സംഗീത ലോകത്ത് നിന്ന് വിട നൽകുമ്പോൾ അത് കണ്ണീരോടെ തന്നെയാണ് എല്ലാവരും യാത്രയാക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാളി അല്ലെങ്കിൽ കൂടി മലയാളികൾ നെഞ്ചിലേറ്റിയ ഗായികയായിരുന്നു തെന്നിന്ത്യയിലെ വാനമ്പാടിയായ ജാനകി അമ്മ എന്ന് പറയുന്നത്. ജാനകി അമ്മയുടെ ശബ്ദ സൗകുമാര്യം തന്നെയാണ് നമ്മുടെ മനസ്സിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ആ ശബ്ദ സൗകുമാര്യം നമ്മുടെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ നീറുന്ന ഒരു വേദനയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഈ മരണ വാർത്ത അറിഞ്ഞത് മുതൽ സംഗീത ലോകം നിൽക്കുന്നത്. അതിന്റെ തുടർ പ്രതിഫലനമായി തന്നെയാണ് ഈ ഒരു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഈ സംഗീതത്തിന്റെ ലോകത്ത് നിന്ന്, കണ്ണീരണിഞ്ഞ സംഗീതത്തിന്റെ ലോകത്ത് നിന്ന് വിട നൽകുവാനായി ഹൃദയങ്ങൾ കീഴടക്കിയ ശബ്ദമാധുര്യത്തിന് വിട നൽകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി സംസ്കാര ചടങ്ങുകൾ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കർമ്മികളുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കനിയാകുണ്ടിയിലെ ജാനകി അമ്മയുടെ ഉടമസ്ഥതയിലുള്ള തന്നെ ഫാം ഹൗസിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്.